ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഒരാഴ്ചക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ? കണക്ചർ വൈബിന്റെ 8ാമത്തെ ദിവസമാണല്ലേ ഇന്ന്. എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വായോ. കേൾക്കുന്നില്ലാടോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ തന്നെ വരാൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സെൽഫിന് തന്നെ ഒരു അഭിനന്ദനം കൊടുക്കാം. ഈ ഒരു ഫ്രീ സെക്ഷനിലൂടെ ഞങ്ങളെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും പോസ്റ്ററിലൂടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കാനാണ് അല്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അതിന് തന്നെ നിങ്ങളെ തന്നെ ഒന്ന് അഭിനന്ദിക്കുക. ഓക്കെ, ഇന്ന് നമ്മളിവിടെ പറഞ്ഞു കണക്ചർ വൈബിന്റെ 8ാമത്തെ ദിവസം അല്ലെ. ഇനിയുള്ള എല്ലാ സൺഡേകളിലും ഇതുപോലെയുള്ള ഫ്രീ സെക്ഷൻസുമായിട്ട് അതില്യാസ് ടീം നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ഇന്നത്തെ നമ്മൾ സെക്ഷൻ എടുക്കാൻ പോകുന്നത് നമ്മളെ അതില്യാസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഷെറിൻ മാം ആണ്. ഷെറിൻ മാമിനെ കുറിച്ച് പറയണ്ടല്ലോ അല്ലെ. എല്ലാവരും കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ. എല്ലാ ട്രെയിനേഴ്സും ഇവിടെ വന്ന ഓരോ ട്രെയിനേഴ്സും ഷെറിൻ മാമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ വളരെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ ഈ സെക്ഷന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെറിൻ മാമിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. ഷെറിൻ മാം, വെൽക്കം. താങ്ക് യു സോ മച്ച് ജിബ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖാണോ എല്ലാവർക്കും? അനിത, ആർ യു ഹാപ്പി? വളരെ കുറച്ച് പേര് മാത്രമേ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പറ്റുവാണെന്നുണ്ടെങ്കിൽ ക്യാമറ മോഡിൽ തന്നെ വരാം. ഓക്കെ, അപ്പോ ഹജീബ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും സെൽഫിനെ നന്നായിട്ട് അഭിനന്ദിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ടാണ് സമയം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥിരമായിട്ട് നമുക്കറിയാലേ, നമ്മുടെ സെഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മൂഡ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് എല്ലാവരെയും ഒരേ എനർജിയിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെഷൻ തുടങ്ങാറ്. നമ്മളൊക്കെ വീട്ടമ്മമാരാണ്. പല ജോലി തിരക്കിന്റെ ഇടയിൽ വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അവിടെ അല്ലെ, സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം പണികളൊക്കെ കഴിച്ച്. അപ്പോ ആ ഒരു ചിന്തകളിൽ നിന്നും ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് എല്ലാവരുടെ എനർജിയും ഒരേ രീതിയിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടത് കൈക്കുള്ളിൽ വലത് കൈ വെക്കാം. ശേഷം തള്ള വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാം. മണ്ഡല മുദ്ര എന്ന് പറയും. ഇത് മടിയിൽ വെക്കാം. നിങ്ങളുടെ മടിയിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങളുടെ മടിയിലായിട്ട് വെക്കുക. മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് നട്ടല് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ കൈ വെക്കാനും ശ്രദ്ധിക്കാം. തുടങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നട്ടല് സ്ട്രെയിറ്റ് ആണോ, കൈ ഇതേ രീതിയിൽ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. എല്ലാവരും സെറ്റ് ആണോ? ഓക്കെ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ചിട്ട് ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ആ ഒരു ശ്വാസത്തെ അറിയാനും അനുഭവിക്കാനും ശ്രമിക്കാം. രുചിക്കാൻ ശ്രമിക്കാം. ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. വളരെയധികം സമാധാനത്തോടു കൂടി മറ്റൊരു ചിന്തയും കടന്നു വരാത്ത രീതിയിൽ നല്ലൊരു ഹാപ്പിനെസ്, നല്ലൊരു മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഇരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതൊരു പക്ഷേ ബീച്ച് സൈഡ് ആവാം, വയലോര പ്രദേശമാവാം, അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന
അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീട്ടിലെ ഏതെങ്കിലും ഒരു സ്പേസ്, മറ്റ് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾ തനിച്ച് അവിടെ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന അതേ രീതിയിൽ ഒരു മെഡിറ്റേഷൻ മോഡിൽ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. വെരി ഗുഡ്. വെരി ഗുഡ്. ആ നിങ്ങളിലേക്ക് ആകാശത്ത് നിന്നും ഒരു ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള ലൈറ്റ് കടന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ തല വഴി ആ ഒരു പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ ഒരു പ്രകാശം നിറയെ സ്നേഹവും പോസിറ്റീവായിട്ടുള്ള എനർജിയുമാണ്. ആ ഒരു പ്രകാശത്തിലൂടെ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആത്മാവ് കംപ്ലീറ്റ് അവിടെ പ്യൂരിഫൈ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാം. ആ ഒരു പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ തല മുതൽ പാദം വരെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാം. എന്തെന്നില്ലാത്തൊരു വികാരം ഇപ്പൊ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. വെരി ഗുഡ്. ഫീൽ ചെയ്യും. ആ ഒരു ലൈറ്റിനെ അനുഭവിക്കാൻ നോക്കാം. ആ ഒരു ലൈറ്റ് ഇളം ചൂടുള്ള, സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകാശം അത് ശരീരം മൊത്തത്തില് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലി കുപ്പിയിൽ എങ്ങനെയാണോ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ആ ഒരു കുപ്പി ഫില്ലാവുന്നത്, അതേ രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ തലഭാഗത്ത് അടപ്പ് എന്നുള്ള രീതിയിൽ തുറന്നിട്ട് ആ ഗ്യാപ്പിലൂടെ നമ്മിലേക്ക് ആ ഒരു പ്രകാശം കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നതായിട്ടും ആ ഒരു പ്രകാശം നമ്മുടെ ശരീരത്തെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ ഒരു പ്രകാശം കൊണ്ട് അവിടെ ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കുള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും, വിചാരങ്ങളും, ഇമോഷൻസ്, നെഗറ്റീവ് എനർജികള്, കാര്യങ്ങളൊക്കെ അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കംപ്ലീറ്റ് പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ ഒരു സമയം നിങ്ങളുടെ ശരീരത്തില് എവിടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും മുറിവുകളോ വേദനകളോ എന്തെങ്കിലും രോഗമോ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു രോഗവും ആ ഒരു മുറിവുകളും എല്ലാം ഈ ഒരു വെളിച്ചം കൊണ്ട് ഹീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ വെളിച്ചത്തിന്റെ പവർ കൊണ്ട്, ആ വെളിച്ചത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട്, സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മെഡിസിൻ ആണ്. ആ സ്നേഹത്തിന്റെ പവർ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും രോഗങ്ങളെല്ലാം മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഈ ഒരു നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് നന്ദി പറയണം. നിങ്ങൾക്ക് ഒരു ജീവൻ നൽകിയതിനും ഇതുപോലെ ആരോഗ്യമുള്ള ശരീരം നൽകിയതിനും മനസ്സറിഞ്ഞ് ദൈവത്തിനോട് നന്ദി പറയുന്നു. ഈ ഒരു നിമിഷം ശ്വാസം എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എടുത്തുവിടാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുപോലെ ഞാൻ പോലും അറിയാത്ത പല കാര്യങ്ങളും എൻ്റെ ശരീരത്തിനകത്തിലൂടെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഓരോന്നിനും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ക്രിയേറ്ററിന്റെ അടുത്ത് നന്ദി പറയാം. വെരി ഗുഡ്. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ മാതാപിതാക്കളോട് നന്ദി പറയാം. അവരിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അവരോട് നിങ്ങൾക്ക് നന്ദി പറയാം.
നിങ്ങൾക്ക് നിങ്ങളോട് നന്ദി പറയാം. യെസ്, ഈ ഒരു സമയം ഞാൻ എനിക്ക് വേണ്ടി കൊടുത്തതിനും എന്നെ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്നെ എപ്പോഴും പരിഗണിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞാൻ എന്നോട് നന്ദിയുള്ളവളാണ്. ഞാൻ സദാ എന്നെ നന്മയിലേക്കും സ്നേഹത്തിലേക്കും നയിച്ചുകൊണ്ടേയിരിക്കും. എന്നിൽ നിറയെ സ്നേഹവും സന്തോഷവും നിറയുന്നത് എനിക്കറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതെ, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടം എന്നിലേക്ക് തുറന്നിരിക്കുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ പോസിറ്റീവ് കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാന്തമാണ്. അതെ, എന്നിലേക്ക് എല്ലാ നന്മകളെയും സന്തോഷത്തെയും സമാധാനത്തെയും ഞാൻ ആകർഷിക്കുന്നു. എന്നിലൂടെ അത് മറ്റുള്ളവർക്ക് കൂടി എത്തിക്കുവാൻ വേണ്ടി ഞാനൊരു ചാനലായി മാറുന്നു. ഫീൽ ചെയ്യാം. വെരി ഗുഡ്. ആ ഒരു പ്രകാശം നിങ്ങളിൽ ഇപ്പോ നിറയെ ഫില്ലായിട്ട് നിൽക്കുകയാണ്. അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കാല് വഴി പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ കാൽപാദം താഴെ ടച്ച് ചെയ്തിട്ടേക്കും ഉണ്ടാവുക. ഇപ്പൊ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ ഒരു കാല് വഴി നിങ്ങൾക്ക് ആ ഒരു പ്രകാശം പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. തറയിൽ കാല് ടച്ച് ചെയ്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിന്റെ വേര് ഏതൊരു രീതിയിലാണോ മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്, അതേ രീതിയിൽ ഈ ഒരു പ്രകാശം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കാലിലൂടെ ആ ഒരു വേരോടുന്ന പോലെ നിലത്തിലേക്ക് നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതായിട്ട് ഫീൽ ചെയ്യാം. യെസ്, നന്ദിയിൽ അധിഷ്ഠമായാണ് ഞാൻ നിൽക്കുന്നത്, നിലകൊള്ളുന്നത്. എന്റെ ഊർജം എന്ന് പറയുന്നത് നന്ദിയാണ്. വെരി ഗുഡ്. ശേഷം വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും വളരെയധികം കാമായി റിലാക്സ് ചെയ്ത് ഫീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു സന്തോഷത്തോടു കൂടിയും ഒരു പോസിറ്റീവ് വൈബോട് കൂടിയും നിങ്ങൾക്ക് പതിയെ കണ്ണ് തുറന്ന് തിരിച്ചു വരാം. എല്ലാരും മെഡിറ്റേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നോ? മെഡിറ്റേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ക്യാമറ മോഡിൽ വരാം. ക്യാമറ മോഡിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് അതൊന്ന് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചറെ മെഡിറ്റേഷൻ? കേൾക്കണില്ലാലോ, മ്യൂട്ടാണ്. പകുതിയിലാ കേറിയത്. പകുതിയിലാ കേറിയത്. പക്ഷെ അത് രാവിലെ നന്നായി അടിപൊളി ഇഷ്ടായി. ആണോ? ഒരു രാവിലെ വേറെ അടിപൊളി tone മെഡിറ്റേഷൻ വന്നു. ചെയ്തതല്ലേ? ആ ഓക്കെ, എന്തോ ഫൈൻ. രാവിലെ അടിപൊളി മെഡിറ്റേഷൻ ചെയ്തതല്ലേ ചോദിക്കാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താ സ്ഥിതി? എല്ലാരും എത്തിയോ? തിരിച്ചെത്തിയോ? തുടങ്ങിയാലോ നമുക്ക്? നിങ്ങൾ മെസ്സേജിലെങ്കിലും ഒന്നും ഇങ്ങനെ വൈബാക്കണം കേട്ടോ. ഒരു ഉഷാറില്ലാതെ ഉറക്ക് തൂങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ക്യാമറ ഓഫ് ആക്കി പോകും. നല്ല ഫീൽ ഉണ്ടായിരുന്നേ മെഡിറ്റേഷൻ. ആ, ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് 2023 സാധാരണ നമ്മൾ എല്ലാ വർഷവും ഡിസംബർ മാസമാകുമ്പോൾ പറയുന്ന കാര്യമല്ലേ, ഈ ഒരു വർഷവും പോയി. പ്രത്യേകിച്ച് എനിക്കൊരു മാറ്റവും ഇല്ല. ഞാൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം എങ്ങോട്ടൊക്കെ ഓടിപ്പോയതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ അങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യാറുണ്ട് അല്ലെ. എവിടേക്കാണോ ഈ ദിവസം മാസം ഒക്കെ ഓടിപ്പോണത്? ജനുവരി 1 തുടങ്ങിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ന്യൂ ഇയറിന്റെ അന്ന് തലേ ദിവസം രാത്രി പ്ലാൻ ചെയ്ത ബക്കറ്റ് ലിസ്റ്റ് ഇപ്പോഴും ആ ഒരു പുസ്തകത്തിന്റെ പുതുമ പോലും മാറിയിട്ടുണ്ടാവില്ല. പക്ഷെ സമയം ഏതാന്ന് പറഞ്ഞു ഓടി. ഞാൻ പ്ലാൻ ചെയ്തതൊന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും പലരും ചിന്തിക്കുന്നത് അല്ലെ.
എല്ലാ കാര്യവും ഈ ഒരു വർഷം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള എല്ലാ കാര്യവും നേടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടോ? 2024 എങ്ങനെയാ നമുക്ക് കളറാക്കണ്ടേ? ഇത്രയും നാള് നിങ്ങളുടെ ലൈഫില് ഇപ്പൊ എത്ര ഏജ് ആന്നുള്ളതൊന്നും നിങ്ങൾ പറയണ്ട, പക്ഷെ ഇത്രയും വർഷം അല്ലെ, ഈ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2024 കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ല, ഇനി അഥവാ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത വർഷം 2024 ഡിസംബർ മാസത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതേപോലെ കൂടുന്ന സമയത്ത് എന്താണ് ഇത്തവണ ഈ ഒരു വർഷം നിങ്ങൾക്ക് പറയാൻ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണെന്നുള്ള ചോദിക്കുന്ന സമയത്ത് ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അവിടെ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റണം. യെസ്, ഞാനിതാ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യവും ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ലെവലിൽ നമ്മളൊന്ന് സെറ്റ് ആക്കി എടുത്താലോ? റെഡിയാണോ എല്ലാരും? പുസ്തകവും പേനയും ഉണ്ടോ എല്ലാവരുടെ കയ്യിലും? വേണോ? എന്നാ എടുത്തു ഒരു മിനിറ്റ്. ഓ, 2 മിനിറ്റ് സമയം തരാം. എല്ലാരും ഒന്ന് പുസ്തകവും പേന എടുത്തു പോയി. ട്രെയിനേഴ്സ് നിങ്ങൾ എടുത്തോളിട്ടോ. പ്രീ സെഷനിൽ സാധാരണ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് കൊടുക്കാറുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മളുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ പോലെ തന്നെ അവരിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ പെയ്ഡിലുള്ള കണ്ടന്റ് ആണ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പോണത്. അപ്പൊ അതിന്റെ വില നിങ്ങൾ കുറയ്ക്കരുത്. ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും റെഡിയാണോ? ഓക്കെ, ബുക്കും പേനയും പേപ്പറും ഒക്കെ സെറ്റ് ആയ ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണേ ചാറ്റില്. ട്രെയിനേഴ്സ് ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമാണ്, എന്നാലും അന്ന് ചെയ്തതിൽ നിന്നും വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് പല രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. നമുക്ക് എന്താക്കാം, ഫസ്റ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. 2023 നിങ്ങൾ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു 3 കാര്യങ്ങൾ, അതൊരു പക്ഷേ ശീലങ്ങളായിരിക്കാം. മീൻസ് 2022 ഡിസംബർ 31 ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ ഞാൻ എന്തായാലും രാവിലെ 5 മണിക്ക് എണീക്കുന്നുള്ളത്, അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കുന്നുള്ളത്. അങ്ങനെ നമ്മൾ പല പ്ലാനിങ് വെക്കും അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സെൽഫിന് കൊടുത്തിട്ടുള്ള പ്രോമിസുകൾ ഇതുവരെ നടത്താൻ പറ്റാത്തത് കുറച്ചു ദിവസമൊക്കെ ചെയ്ത് പിന്നെ അവിടെ പകുതിക്ക് വെച്ച് നിർത്തി പോയിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതൊക്കെ ഒരു 3 എണ്ണം. എല്ലാം വേണ്ട കേട്ടോ, നേരം വെളുക്കും, 3 എണ്ണം മതി. മൂന്ന് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ പറയുകയും ചെയ്യാം. തുടങ്ങ. ഓക്കെ, ആ 3 കാര്യം ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ. അതെ അതെ. ഓക്കെ, അതിന്റെ നേരെ നിങ്ങൾ എന്ത് ചെയ്യാ, സോറി എഴുതി വെക്കുക. 3 കാര്യങ്ങളിൽ നേരെ സോറി എഴുതി വെച്ചിട്ട് ഒന്ന് ഹൃദയത്തിൽ കൈ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കണ്ണടയ്ക്കുക. ഓരോ കാര്യം ഒന്ന് വായിക്കുക. ഫസ്റ്റ് ഇപ്പൊ ഞാൻ എഴുതിയത് ഇപ്പോ
ഞാൻ 2023 അത്യാവശ്യം കുറച്ച് വണ്ണം വെക്കണം, വെയിറ്റ് കൂടണം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ട്. എന്താ ശബ്ദം ക്ലിയർ ആവാത്ത? ശബ്ദം ക്ലിയർ ആവുന്നു. ആരോ 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 മ്യൂട്ടല്ല. വെള്ളത്തിൽ പറയുമ്പോഴേക്കും. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഓരോ കാര്യത്തിന്റെയും സൈഡിൽ സോറി എഴുതാം. എന്തിനു വേണ്ട വെച്ചാൽ അത് നമ്മൾ നമ്മുടെ സെൽഫിന് വാക്ക് കൊടുത്തിട്ട് ചെയ്യാതിരുന്നതാണ്. പടച്ചോൻ ഇതാരാണത്? ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ഇല്ല റെഡി. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, അതിനെതിരെ അതിന്റെ നേരെ സോറി എഴുതിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഹൃദയത്തിനോട്, ഇടതുവശത്തോട് ഹൃദയത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് അതിൽ ഓരോ വിഷയങ്ങളും എടുത്തിട്ട് സോറി, ഞാൻ ഈ ഒരു വാക്ക് തീർച്ചയായിട്ടും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്, പക്ഷെ അതെനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, ഇനി ഞാനത് സെറ്റ് ആക്കി എടുക്കും എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് സോറി പറയാ. എന്നിട്ട് അത് സെറ്റ് ആക്കി എടുത്തതായിട്ട് ജസ്റ്റ് ഒന്ന് അത് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ എന്താക്കാം, ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷനിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആ സമയത്തുള്ള നിങ്ങളോട് താങ്ക്സ് പറയാം. കഴിഞ്ഞ ആളുകൾ പറയാട്ടോ. അടുത്തതായിട്ട് 2024 നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കണം, ചെറിയ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഒരു 3 എഴുതി വെക്കുക. ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് അത്രത്തോളം ആഗ്രഹിക്കുന്ന എന്തോ ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, 3 കാര്യങ്ങൾ മതിയേ. മൂന്ന് കാര്യങ്ങള് എഴുതി കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ നേരെ താങ്ക് യു എഴുതാം. നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ, യെസ് ഞാൻ അത് ചെയ്തു, ഞാൻ ആ ഒരു രീതിയിലായി മാറി എന്നുള്ള രീതിയിൽ കൂടി അവിടെ നിന്ന് എഴുതി വെക്കാം. നമ്മൾ നമ്മുടെ മൈൻഡിനെ ട്രിക്ക് ചെയ്യാട്ടോ. അവിടെ ഇപ്പൊ ഞാൻ 3 പറയണത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ജസ്റ്റ് ഇതേപോലെ രീതിയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താം. ഇതേപോലെ ഞാൻ നേടിയെടുത്തു എന്നുള്ള രീതിയിൽ താങ്ക് യു ചെയ്തിട്ട് എന്താക്കാം, യെസ് ആ ഒരു രീതിയിൽ ഞാൻ മാറി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഫീൽ ചെയ്യും. ഓക്കെ, സെറ്റ് അല്ലേ? സ്ക്രീൻ എല്ലാരും കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾ സെറ്റിംഗ് എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ പെയ്ഡിൽ കൊടുക്കുന്ന കണ്ടന്റ് ആണ്. ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക, കിട്ടുന്ന കാര്യത്തെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മള് ഇവിടെ ഗോൾ സെറ്റിംഗ് എന്നുള്ള ആ ഒരു ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഗോൾ സെറ്റിംഗ്സ് 12 മേഖലകളിൽ നിങ്ങൾ 2024 മീൻസ് 2024 ജനുവരി 1 മുമ്പ് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ടാസ്ക് ആണിത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കാം, ആവശ്യമുള്ള ആളുകൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല, ആവശ്യക്കാര് അഡ്മിൻസിനെ പേഴ്സണൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോസ് അവർ അയച്ചു തരും. കമ്മ്യൂണിറ്റിയിൽ ഇടൂല. ഓക്കെ, ആവശ്യമുള്ള ആളുകൾ, എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ പേഴ്സണൽ ആയിട്ട് അഡ്മിൻസിനെ കണക്ട് ചെയ്യാം, അപ്പൊ അവർ അയച്ചു തരും. അല്ലെ, ആവശ്യമുള്ളവർക്കല്ല നമ്മൾ കൊടുക്കേണ്ടത്. ദാഹിക്കുന്നവർക്കേ വെള്ളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ദാഹിക്കാത്തവർക്ക് നമ്മൾ വെറുതെ വെള്ളം കൊടുത്തിട്ട് എന്തിനാ കയ്യിലുള്ള വെള്ളം കളയണേ, അല്ലെ? അപ്പൊ എന്താക്കാം,
ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. ക്ലിയർ ആവണില്ല, കാണുന്നുണ്ട് ഒരു ഇപ്പോഴോ? മസ്റ്റാണ് മാം. അല്ല, നിങ്ങൾ ലാപ്പിലാണ്, ഒരു ഫോണിലാണ്, ആ വ്യത്യാസം ഉണ്ട്. എനിക്ക് കാണുന്നുണ്ട്. അതന്നെ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ 12 മേഖലകളിലാണ് എഴുതാൻ വേണ്ടി പോണത് കേട്ടോ. 2023 നമ്മൾ എഴുതണം, 2024 എങ്ങനെ വേണം എന്നുള്ളതും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ എഴുതേണ്ട ഹെഡിങ് എന്ന് പറയുന്നത്, ഇതിപ്പോ റഫ് ആയിട്ട് എഴുതിയാൽ മതി. ഇത് ഞാൻ പറഞ്ഞു തരാം, പറഞ്ഞു തന്നതിന് ശേഷം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ മൈ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, എന്റെ ആരോഗ്യവും ഫിറ്റ്നസും, അതാണ് ഫസ്റ്റത്തത്. 2023 ഫസ്റ്റ് നമ്മൾ എഴുതുന്നത്. എന്റെ ഇപ്പോഴത്തെ ആരോഗ്യം ഏതൊരു രീതിയിലാണ്, എന്റെ ശരീരത്തിന്റെ ഫിറ്റ്നസ് എങ്ങനെയാണ് എന്നുള്ളത്. മൈ ഇന്റലക്ച്വൽ ലൈഫ് എന്ന് പറയുമ്പോൾ എന്റെ ഭൗതികമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ്, എന്റെ ഭൗതിക ജീവിതം. രണ്ടാമത്തത് ഓക്കെ. മൂന്നാമത്തത് മൈ ഇമോഷണൽ ലൈഫ്, ലൈഫിന്റെ എല്ലാ മേഖലകളിലും ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ ആ ഒരു ഇമോഷണലി ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. എന്റെ ലൈഫിൽ പെട്ടെന്ന് ഒരാളിപ്പോ എന്നോട് ദേഷ്യപ്പെട്ടു, തിരിച്ച് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളിനെ കളിയാക്കി ഞാൻ എങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ അവിടെ പ്രതികരിക്കാന്നുള്ളത്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ നമ്മുടെ ഇമോഷനെ ജസ്റ്റ് എന്താക്കാം, ഒന്ന് ഇങ്ങനെ കുറച്ച് സമയം ചിന്തിച്ചിരുന്നിട്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ എന്റെ ഇമോഷണൽ സ്റ്റേജ് കടന്നു പോകണമെന്നുള്ളത് എഴുതി വെക്കാം. അടുത്തതായിട്ട് മൈ ക്യാരക്ടർ. ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്താൽ ഞാൻ ആരും കാണൂല, അപ്പൊ നിങ്ങൾ എന്താക്കണം, പറയണം. അടുത്തത്. ഓക്കെ, അടുത്തത് എന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഇപ്പോഴത്തെ എന്റെ ക്യാരക്ടർ എങ്ങനെയാണ്. പഴയത് വേണ്ടേ? പഴയത് വേണ്ടേ? 23, 24. 23 ഫസ്റ്റ് ചെയ്തേണ്ടത്, അതിന് ശേഷം നമ്മൾ 24 എഴുതണം. ആദ്യം ഇപ്പൊ നിലവിലുള്ളത് നമുക്ക് അറിയണല്ലോ. നമ്മളിപ്പോ വീട് പൊളിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പത്തെ നിലവിലുള്ള വീടിന്റെ അവസ്ഥ എന്താന്നുള്ളത് ആദ്യം നമുക്ക് അറിയണ്ടേ. ചില സ്ഥലങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും, ആ ഭാഗം വെറുതെ പൊളിക്കണ്ടല്ലോ. ചില സ്ഥലങ്ങൾ ഭയങ്കര വീക്ക് ആയിരിക്കും, അപ്പൊ അവിടെ നമ്മൾ പൊളിക്കണം. ഓക്കെ, നെക്സ്റ്റ് മൈ ക്യാരക്ടർ എല്ലാവരും എഴുതിയോ? സ്പീഡ് ഉണ്ടെങ്കിൽ എല്ലാരും പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മൈ സ്പിരിച്വൽ ലൈഫ്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഏത് മതവും ആയിക്കോട്ടെ, ആ ഒരു മതത്തിലുള്ള ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ എന്താണ്, എങ്ങനെയാണ് ആ ഒരു ഏരിയ നിങ്ങൾ ഡീൽ ചെയ്യണത്. ഇസ്ലാമിക് വിശ്വാസപ്രകാരം 5 നേരം പ്രേയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഹിന്ദുസിനെ സംബന്ധിച്ചിട്ട് അമ്പലത്തിൽ പോവാന്നുള്ളത് അല്ലെ, വിശേഷ ദിവസങ്ങളിൽ പോവാന്നുള്ളത് ഒക്കെ ഉണ്ട്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിട്ട് അവിടെയാണെങ്കിലും പള്ളിയിൽ പോവാ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അവർക്കാണെങ്കിലും ഡെയിലി പ്രെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഡെയിലി നിങ്ങളുടെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം
നമുക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു ബ്രോക്കറെ സമീപിക്കുന്ന രീതിയിലാണോ ദൈവത്തിനെ സമീപിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാം, ചെക്ക് ചെയ്യാം. പിന്നെ മൈ ലവ് റിലേഷൻഷിപ്പ്. ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്താ പറയാ, പ്രേമിക്കാനുള്ളതൊന്നും അല്ല അവിടെ പറയുന്നത്. എല്ലാവരും ഏറ്റ് ലവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരുടെയും ഫീലിംഗ് എന്താണെന്നറിയോ? ഓക്കെ, ലവ് എന്ന് പറയുന്നത് എന്താന്നുള്ളത് ഒരു 3 പേര് പറയും. ലവ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് 3 ആൾ പറയും. എല്ലാ തരത്തിലുള്ള സ്നേഹവും, എല്ലാ തരത്തിലുള്ള സ്നേഹബന്ധം. യെസ്, അത് ഏറ്റവും കൂടുതൽ ദൈവത്തിനോടായിരിക്കും. ചില ആളുകൾക്ക് ലവ് എന്ന് പറയുമ്പോ അന്നേരം സ്കൂളില് പണ്ട് അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ മാത്രമേ അവർക്ക് ലവ് കണക്ട് ചെയ്യാൻ പറ്റൂ. അവരുടെ ടിവിയിൽ കണ്ടിട്ടുള്ള ഒരു സിനിമയില് കാമുകന്മാര് തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള പുതുമോടികൾ തമ്മിലുള്ള ബന്ധത്തിന് മാത്രമാണ് ലവ് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് പലരും. അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മൾ അങ്ങനെയാണ് കടന്നു പോണത്. പിന്നെ അത് മാറ്റി തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആ ഒരു ലെവലിൽ നമുക്ക് റോൾ മോഡൽ ആയിട്ട് നിന്ന് തരണം. അവരുടെ ആ ഒരു സ്നേഹം മക്കളുടെ മുമ്പിൽ നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടും ഒക്കെ. പക്ഷെ അതും വളരെ റയർ ആയിട്ട് മാത്രമേ സംഭവിക്കുന്നുള്ളൂ പല ഫാമിലിയിലും. അപ്പൊ കുട്ടികളുടെ ധാരണ എന്ന് പറയുമ്പോൾ ലവ് എന്ന് പറയുന്നത് എന്താണ്? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവരവിടെ ജഡ്ജ് ചെയ്യാണ്. യഥാർത്ഥത്തിൽ ലവ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ വീട്ടിൽ ഞാനൊരു പൂച്ചനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ പൂച്ചനോട് എനിക്കുള്ള ആ ഒരു സ്നേഹത്തെ പോലും നമ്മൾ അവിടെ ആ ലവിലാണ് പെടുത്തുക. മനസ്സിലായോ? ഓക്കെ, അവിടെ ദൈവത്തിനോടുള്ള സ്നേഹവും വരും. എല്ലാം ഒരു അധ്യാപകൻ, അതായത് നമ്മൾ പറയല്ലോ മാതാപിതാ ഗുരു ദൈവം, ആ ഒരു ലെവലിലുള്ളത് വരും. പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ വരും, എല്ലാം വരും. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് നോക്കാം, എങ്ങനെയാണ് ഞാൻ ഈ സൊസൈറ്റിയിൽ എല്ലാം എന്റെ ചുറ്റുപാടിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് മൈ പാരന്റിങ് ഫാമിലി. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, കുട്ടികളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കുട്ടികളായിട്ട് പെരുമാറുന്നത്? അടിപൊളി പാരന്റ് ആണോ? മക്കളെ എന്നെ കണ്ട് പഠിക്കുക എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് മുമ്പിൽ ഒരു റോൾ മോഡൽ ആണോ നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ചില ആളുകളുണ്ട് അനാവശ്യമായിട്ട് വേറെ ആരുടെയിലുള്ള ദേഷ്യമൊക്കെ എന്ന് പറയുമ്പോൾ മക്കളുടെ അടുത്ത് വന്ന് അങ്ങോട്ട് തീർക്കുന്നേ. അപ്പൊ ആ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് തന്നെ അവിടെ എഴുതി വെക്കണം കേട്ടോ. നിങ്ങളിവിടെ എഴുതിയത് നമുക്ക് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങളിലുള്ള കറക്റ്റ് ക്യാരക്ടർ അവിടെ എഴുതി വെക്കുക. നിങ്ങളുടെ സ്വഭാവം എന്താണ്, എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇതിപ്പോ നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ മാത്രമേ കാണുള്ളൂ, നിങ്ങളും ദൈവവും മാത്രമേ കാണുള്ളൂ. അവിടെ നമുക്ക് കംപ്ലീറ്റ് പൊളിച്ചെടുക്കണം. അപ്പൊ നമുക്ക് തന്നെ തോന്നും, ഓ ഇത്രയും ഇങ്ങനെ ആണോ ഞാൻ എന്നുള്ള രീതിയിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ചില സ്ഥലത്തോ 100-ൽ 100% മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മേഖലകളും ഉണ്ടാവും. അത് അങ്ങനെയാണ്, സ്വാഭാവികമാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആ ഒരു രീതിയിലാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ മനുഷ്യർ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് ഉണ്ടാവും പല ഭാഗങ്ങളിലും. അപ്പൊ അത് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. അപ്പോ മൈ പാരന്റിങ്, അപ്പോ കല്യാണം കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇവിടെ മൈ പാരന്റിങ് ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആയിട്ടുള്ളതാവാം, ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ടുള്ളതാവാം, ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് എന്താക്കാം, ഏത് രീതിയിലാണ് ഇപ്പോ 2023 നിലവില് എങ്ങനെയാണെന്നുള്ളത് എന്താക്കാം, എഴുതാം. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തത് മൈ സോഷ്യൽ ലൈഫ്. എന്റെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണ്? മീൻസ് ഈ പറഞ്ഞ പോലെ എന്റെ ഞാൻ വീട്ടില് ചില ആളുകള് എന്താ പറയാ അടിപൊളിയായിരിക്കും, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്തുള്ള ആളുകളെ കുറിച്ചൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്താ പറയാ, അയൽവാസികളെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെയുള്ള ആളുകളെ കുറിച്ചിട്ടാണെങ്കിലും. ചില ആളുകളെ സംബന്ധിച്ച് പുറത്ത് ഭയങ്കര സജീവമായിരിക്കും. അവര് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും, പക്ഷെ വീടായിട്ട് എന്താ വയ്ക്കൂല, ഒരു തല്ലിപ്പൊളി അവസ്ഥയായിരിക്കും. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. സോഷ്യൽ ലൈഫ് എങ്ങനെയാണ് ഞാൻ എന്ന് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരുന്ന സമയത്ത് എന്നെ പോലെ തന്നെ മറ്റുള്ളവർ കൂടെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളതൊക്കെ എന്താക്കാം, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇടാം. അതിനോടൊപ്പം തന്നെ മൈ ഫിനാൻഷ്യൽ ലൈഫ് എങ്ങനെയാണ്, എന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്നു പോകുന്നത്. കുറവാണോ, കൂടുതലാണോ, ഇനിയും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ആഗ്രഹിക്കല്ല അതൊന്നും നടക്കണില്ല, പൈസ അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടുന്ന സ്വഭാവമാണോ, ഒക്കെ എഴുതി വെക്കാം.
അജീവ് അങ്ങനെ നോക്കി ചിരിക്കണ്ടല്ലോ, എന്താ മോളെ? ഓക്കെ. മൈ കരിയർ. കരിയർ എന്ന് പറയുമ്പോ പല ആളുകളും ഹൗസ് വൈഫ് ആയിരിക്കും അല്ലെ? പല ആളുകളും ഹൗസ് വൈഫ് ആയിരിക്കും. അപ്പൊ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോ അവിടെ നിങ്ങൾക്ക് ഒട്ടും വാല്യൂ കുറയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ വളരെയധികം അഭിമാനത്തോട് കൂടിയിട്ട് യെസ്, ഞാൻ എന്ന് പറയുന്നത് അത് കരിയർ അല്ല, എന്നാൽ പോലും ഞാൻ എന്ന് പറയുന്നത് ഒരു ഹൗസ് വൈഫ് ആണ്, ഞാനൊരു ജോലി എന്ന് പറഞ്ഞ അപ്പൊ എന്താ അങ്ങനെ എഴുതണ്ടേ? ഞങ്ങൾ ജോലി റിട്ടയർ ചെയ്തതല്ല. അത് റിട്ടയർ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളി. ചർമ്മം കണ്ട പ്രായം പറയൊന്നുമില്ല കേട്ടോ. റിട്ടയർ എന്നൊന്നും വെറുതെ പറയണ്ട. അതൊന്ന് വെച്ചതോ സംശയം. ഓക്കെ. അപ്പോ മൈ കരിയർ, അതിനുശേഷം ക്വാളിറ്റി ഓഫ് ലൈഫ്, എന്റെ ലൈഫിന്റെ നിലവാരം എങ്ങനെയാണെന്നുള്ളത് കൂടി എന്താക്കാം, ജസ്റ്റ് 11ാമത്തത് അതാണ് വരുന്നത്. ഇവിടെ ഇല്ല എല്ലാരും, എനിക്ക് ആരും കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കണത്. ക്വാളിറ്റി ഓഫ് ലൈഫ് ചെയ്താ അതുപോലെ തന്നെ മൈ ലൈഫ് വിഷൻ, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇരിക്കാൻ എത്ര ആളുകൾക്കുണ്ട് അതെനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, എന്നാലും എനിക്ക് നിങ്ങളെ കാണില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടാണ് എന്റെ ചോദ്യം. ലൈഫ് വിഷൻ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടോ കയ്യില്? എനിക്ക് എന്റെ ലൈഫിൽ ഇങ്ങനെ ആവണം. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നെച്ചിലെവിടെ? ആ ഓക്കെ, ജീവിതത്തെ കുറിച്ച്. ജീവിതത്തിന്റെ കാഴ്ചപ്പാട്. ഓക്കെ ഓക്കെ. അപ്പോ അത് യെസ്, എന്റെ ലൈഫ് ഇങ്ങനെ ആവണം എന്നുള്ളത് ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇപ്പോഴല്ല, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാനത് ഈ ഒരു ലെവലിലാണ് ആവാൻ വേണ്ടി പോണതെന്ന് ഉറച്ച സ്വരത്തിൽ ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ആർക്കൊന്നുമില്ലേ? ആവണമെന്നുണ്ട്. വെരി ഗുഡ്. ഒരു സമയത്ത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഷെറീന നിങ്ങൾ കാണുന്നുണ്ടല്ലേ? ഞാൻ നമ്മുടെ ഹെയർ കണക്ട് ഹെയർ വൈബ്സിന്റെ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ലൈഫ് സ്റ്റോറി അറിയുന്ന എല്ലാവരും ഉണ്ടോ അവിടെ അറിയില്ല. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ, ഒരു കഷ്ണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരു പുസ്തകം എടുത്തിട്ട് ആ ഒരു പുസ്തകത്തിന്റെ ഒരു കഷ്ണം ഇങ്ങനെ കീറി കഴിഞ്ഞാലുള്ളതിന്റെ ആ ഒരു കാര്യം മാത്രമേ അന്ന് അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ഷെറിക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഡേ 70 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അന്ന് യൂട്യൂബ് ചാനൽ ആയിട്ടുണ്ട്. അത് ആരുമല്ല, ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സ് ആണ്. യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ ആണെങ്കിലും തേർഡ് ഡേ ആണെങ്കിലും വലിയ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൂടാനൊന്നുമില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? അടുക്കളയിൽ മീൻ മുറിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും ഞാൻ അവിടെ ഇങ്ങനെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കണത്, ഞാൻ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം സിൽവർ പ്ലേ ബട്ടൺ എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഓഡിയൻസിനോട് എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ്. ആ മത്തി മുറിക്കണ സമയത്ത് കൈമേൽ മത്തിയായിരിക്കും, ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ മനക്കോട്ട കിട്ടും, എന്നിട്ട് ഞാൻ അതിങ്ങനെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ ആ ഒരു ലെവൽ അന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, ആ ഒരു ലെവലില് ബാക്കിയുള്ളവരെന്നെ കളിയാക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഒക്കെ ചെവിന്റെ പുറത്താണല്ലോ. അവര് പറഞ്ഞോട്ടെ, അവരെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് അവരത് പറയുന്നത്. പക്ഷെ എനിക്ക് അറിയാം, എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ള എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ വിശ്വസിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയാം, മോളെ അന്ന് ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്, എന്നിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറയാണ് എന്നോട് തന്നെ. അപ്പൊ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റണം. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് 2023 ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പല രീതിയിൽ മീൻസ് ഞാനിവിടെ ഒരു എത്ര പേജ് ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഒരു 6 പേജ് ആയിരിക്കും ഉണ്ടാവാം. 12 കാര്യങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഏറി വന്ന 7 പേജ് ഉണ്ടാവാം. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്താക്കാം, പ്രിന്റ് ഔട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കണേക്കാട്ടി ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഒരു പുസ്തകം, നിങ്ങൾക്ക് 100 പേജിന്റെ പുസ്തകമാണെങ്കിലും വാങ്ങാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ എന്താക്കുക, ഒരു 100 പേജിന്റെ പുസ്തകം ഇടാൻ വാങ്ങിയേക്കാം. എന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള 12 കാര്യങ്ങളും ഒന്ന് വരച്ചിട്ട് തയ്യാറാക്കുക. ഓരോ പേജില്
ഫസ്റ്റ് ഹെഡിങ് നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് ദൈവം ഒരു ചാൻസ് തരാണ്. മക്കളെ, ഇന്ന് കുറച്ച് മണിക്കൂർ സമയത്തേക്ക് ഞാൻ നിങ്ങൾക്കൊരു വരം തരാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏത് രീതിയിൽ നിങ്ങളുടെ ഭാവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം. നിങ്ങളിപ്പോ എഴുതിക്കോളൂ. നിങ്ങൾ എന്താണോ എഴുതുന്നത്, നമ്മൾ പറയില്ലേ തലയെഴുത്ത് തലവര എന്നൊക്കെ പറയില്ലേ, ആ വര അല്ലെങ്കിൽ ആ ഒരു എഴുത്ത്, അതിനുള്ള ഒരു മാന്ത്രിക പെന്നും പുസ്തകവും, ആ ഒരു പുസ്തകത്തിൽ ഈ ഒരു മാന്ത്രിക പെന്ന് കൊണ്ട് നിങ്ങൾ എന്ത് എഴുതിയാലും നടക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തന്നിട്ട് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും എഴുതുക? അതേ ഫീലിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഫസ്റ്റ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിലുള്ള എന്താന്നുള്ളത് ഓരോ പേജിലും മനോഹരമായിട്ടുള്ള കുട്ടികളുടെ കളർ പെൻസിലൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ മതി. കണ്ടോ, ഇതൊക്കെ എന്റെ മക്കളുടെ കേട്ടോ, ഇതൊന്നും എന്റേതല്ല, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. സ്വന്തമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഓല് എടുത്തോണ്ട് ഇതേപോലെ വട്ട് എഴുതി വെക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അപ്പൊ നമ്മൾ എന്താക്കുക, നമുക്ക് വേണ്ടി കുറച്ച് സമയം ഡെയിലി കൊടുക്കാൻ വേണ്ടി പറ്റണം. നമ്മുടെ സെക്കൻഡ് ഡേയില് ബൃംഗന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ജേർണലിങ്ങിനെ കുറിച്ച് മനോഹരമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ യൂട്യൂബിൽ ആ ഒരു വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി. നമുക്ക് നമ്മുടെ ഇമോഷൻസ് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റുന്നത് പേപ്പറിനോടാണ്. വേറൊരാൾക്ക് നമ്മുടെ ഇമോഷൻസ്, ഞാൻ എത്രത്തോളം ഹാപ്പി ആണെന്ന് പറയുകയാണെങ്കിലും ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാതെ എത്ര ആഴത്തിലുണ്ട് എന്നുള്ള ഒരാൾക്കും അറിയില്ല. എന്റെ സങ്കടം അത് ഞാൻ അനുഭവിക്കുന്ന പോലെ വേറൊരാൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ എന്താക്കാം, നിങ്ങൾ ഓരോ അക്ഷരങ്ങളെയും സ്നേഹത്തോട് കൂടിയിട്ട് എഴുതാം. ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോ ഇങ്ങനെയാണ്, പക്ഷെ ഇതിൽ നിന്നും മാറ്റം വരുത്താൻ വേണ്ടി 2023 ഇങ്ങനെയാണ്, ഒക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല. 2024 എന്റെ പുതിയ വേർഷനാണ് പുറത്തേക്ക് വരാൻ വേണ്ടി പോണത്. നെക്സ്റ്റ് ലെവൽ അല്ലെ. നമുക്കറിയാം ആപ്പിളിന്റെ ഫോണൊക്കെ ഇപ്പൊ എത്ര വേർഷനാ വന്നത്. അതേപോലെ ഓരോ ഗാഡ്ജറ്റും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുതിയ വേർഷനെ വേണം നമ്മൾ 2024 പുറത്തേക്ക് എടുക്കാൻ. നിങ്ങൾ റെഡി അല്ലേ? റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, 2024 ഈ പറഞ്ഞ പോലെ നിങ്ങൾ വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്കും പേനയും എടുത്താൽ മതി. ആ ഒരു ബുക്കിനും പേനയ്ക്കും ഒരു പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം അവിടെ വിശ്വസിക്കാം. ആ ബുക്കിനും പേനയ്ക്കും പവർ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കാം. ഫസ്റ്റ് പേജിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾക്ക് നന്ദി എഴുതാം. എന്തും ഞാൻ ചോദിച്ചാൽ തരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വരദാനം തന്നതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പേജിൽ നന്ദി എഴുതിയേക്കാം. എന്നിട്ട് നിങ്ങൾ അവിടെ ആ ഒരു പുസ്തകത്തിൽ എപ്പോ എന്തെടുത്ത് എഴുതുന്ന സമയത്തും ആ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്ന സമയത്തും ഫസ്റ്റ് ഈ ഒരു പേജ് വായിച്ചതിന് ശേഷം മാത്രം വേണം ബാക്കി പേജിലേക്ക് കടന്നു പോവാൻ. അത് നമുക്കൊരു മാന്ത്രിക ബുക്കാക്കി മാറ്റാം. ഓക്കെ, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ഭാവി എഴുതാനും അത് നടത്തി തരാനുള്ള ഒരു വരം എനിക്ക് നൽകിയതിന് ഞാൻ എൻ്റെ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഇത് റെക്കോർഡിങ്സിന്റെ ലിങ്ക് യൂട്യൂബിൽ വരും. എപ്പോഴാ വരാന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പൊ അത് കണ്ടിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കണക്ടർ വൈബ്സിന്റെ ഇന്നിപ്പോ 2ാമത്തെ ഇട്ടിട്ടുള്ളൂ, കംപ്ലീറ്റ് ഇട്ട് വരാനുള്ളതാ. ഇതിപ്പോ എപ്പോഴാ കിട്ടാന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ, അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ 2023 ഇങ്ങനെയാണ്. അപ്പൊ ഓക്കെ, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. 2023 ഇത്രയും വർഷക്കാലം പഠിച്ചോനെ, ചില സമയത്ത് ചില ആളുകളായിരിക്കും പഠിച്ചോനെ 58 വയസ്സൊക്കെ, ഈ 58 വർഷത്തിന്റെ അടുത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, ഇതുവരെയുള്ളത് ക്യാൻസൽ അടിച്ചാളി. ഇനി അങ്ങോട്ടേക്ക് അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ വിജയിച്ച ഒരാൾ എന്ന് പറയുമ്പോൾ അവിടെ സമ്പത്ത് കൊണ്ടൊന്നല്ല അളക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ട്, പൊന്നു മക്കളെ, സമാധാനം, സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീലിംഗ്. പുറത്തു നിന്ന് നമ്മൾ എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത പല പല കാര്യങ്ങളുണ്ട്. ചില ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഉറക്കം ഇല്ലാത്ത ആളുകൾ കണക്ട് ചെയ്യാറുണ്ട്. അവർ സെഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് അവരായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വേറെ ഒന്നല്ല ഷിർത്ത, ഈ ലോകത്തിൽ ഏറ്റവും വലുത് എന്താ പറയുക നിങ്ങൾക്ക്? സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാന്നുള്ളതാണ്. എത്ര വർഷത്തിന് ശേഷം അറിയോ ഞാൻ ഉറങ്ങണത്? ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളൊക്കെ വിചാരിക്കും വേറെ എന്തൊക്കെയോ ആണ് നിധിന്ന്. നമ്മള് സമാധാനത്തോട് കൂടിയിട്ട്, സമാധാനം അവിടെ നിൽക്കട്ടെ, ഉറങ്ങാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? രാത്രി കിടന്നു കഴിഞ്ഞാൽ കട്ടുമ്പോ കയറിയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? രാവിലെ വരെ വേറൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ, അതന്നെ വലിയൊരു അനുഗ്രഹമാണ് മക്കളെ. അത് ഇല്ലാത്ത കുറെ ആളുകളുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ചിട്ട്. മനസ്സിലായോ? അപ്പോ ഇതുവരെയുള്ളത് എങ്ങനെയാണോ അത് കുഴപ്പമില്ല, ഇനി നമ്മൾ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ 12 കാര്യങ്ങൾ നിങ്ങൾ ഓരോ പേജിലായിട്ട് എന്താക്കണം, എഴുതി വെക്കണം. എഴുതി വെക്കാന്ന് പറയുമ്പോ ഇതാ പുസ്തകം എന്നല്ലേ, ഇത് വേറെ പുസ്തകമാണ്.
എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാണുന്നു. കാണുന്നുണ്ടോ ഇല്ലല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരണ്ടെന്നാണല്ലോ ക്രിയേറ്റർ പറയണത്. ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം, മാർജിൻ ഒക്കെ ഒന്ന് വരച്ച് കളർ പെൻസിലോടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒക്കെ എഴുതാം. ഫസ്റ്റത്തെ ഹെഡ്ലിങ് എഴുതാം, ഒന്ന് ബോർഡർ ഒക്കെ വരച്ച് മനോഹരമായിട്ട് ആ ഒരു പേജിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് ഇട്ടിട്ട് എഴുതാം. ഓരോരോ പോയിന്റ് സ്റ്റാറുകൾ ഇട്ടിട്ട് ഇതാ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിതാ 2023 എന്റെ സ്വഭാവം എന്ന് പറയുന്നത് നന്നാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 50% ഓക്കെയാണ്. ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 50% ഓക്കെയാണ്. ബാക്കി കൂടി എനിക്കൊന്ന് സെറ്റ് ആക്കാനുണ്ട് എന്നുള്ള രീതിയിൽ എന്താക്കാം, എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെവൽ എങ്ങനെയാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. 2023 കാര്യങ്ങൾ കറക്റ്റ് അവിടെ എഴുതി വെക്കാം. നെക്സ്റ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ? എല്ലാരും ഇല്ല ഇവിടെ, ഉറങ്ങാണോ? ക്യാമറ ഓൺ ആക്കി ഇരിക്കാൻ കഴിയില്ലേ, കഴുത്ത് വേദന ആയിട്ട് ഓഫ് ആക്കിയതാണ്. ഓക്കെ ഓക്കെ. ഓക്കെ ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി 2024 കാര്യങ്ങളാണ് പോണത്. Once again, close your eyes. Take it few deep breaths and let your imagination run free while you envision your ideal 2024. Yes, നമ്മൾ ഇനി ഇത് എഴുതാൻ പോകുന്ന സമയത്ത്, ഇപ്പം വേണ്ട, എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് നന്നായിട്ടൊന്ന് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. നമ്മളിവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു റെക്കോർഡിങ്സിലേക്ക് പോവാ. റെക്കോർഡിങ്സിലേക്ക് പോയതിനു ശേഷം അതിൽ തുടക്കത്തിൽ എന്തായാലും ചെറിയൊരു കഷ്ണം മെഡിറ്റേഷൻ ഉണ്ടാവും, അതിലൂടെ ഒന്ന് കടന്നു പോവാം. അപ്പൊ നിങ്ങൾക്കൊന്ന് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് ആ ഒരു ഫീലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് എന്താക്കാം, ഈ പറഞ്ഞ പോലെ 2024 നിങ്ങൾ ഏത് രീതിയിലാണ് മാറാൻ വേണ്ടി പോണത് എന്നുള്ളത് ഈ ഒരു രീതിയിൽ ഈ 12 വിഷയങ്ങൾ തന്നെ നമ്മൾ എഴുതാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മൾ അവിടെ മൈ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കറന്റിലുള്ളത് നമ്മൾ 2023 എഴുതിയിട്ടുണ്ട്. 2024 പോകുന്ന സമയത്ത് ചില ആളുകളെ സംബന്ധിച്ചിട്ട് അവിടെ അവര് വണ്ണം കുറയ്ക്കണം എന്നുള്ള രീതിയിലായിരിക്കും പ്ലാൻ ചെയ്യേണ്ടത്. ചില ആളുകളെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി വണ്ണം കൂട്ടണം, കുറച്ചുകൂടി ഹെൽത്തി ആവണം, ബ്ലഡ് കൂടുതലായിട്ട് വെക്കേണ്ട ഫുഡുകൾ കഴിക്കണം, ആ ഒരു ലെവലിലേക്കും അവർക്ക് അവിടെ എഴുതാണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, വേറെയുള്ള ആളുടേതല്ല, നിങ്ങളുടേത് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. 2024 ഈ ഒരു രീതിയിലാണ് അവിടെയാണ് മാറേണ്ടത് എന്നുള്ള രീതിയിൽ എഴുതി വെക്കാം. ഓക്കെ, ബാക്കിയുള്ള ഹെഡിങ്സ് ഞാൻ ഇവിടെ ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ. നേരത്തെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് എന്താന്നുള്ളത് അല്ലെ. രണ്ടാമത് സെയിം നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു 12 കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ 2024 വേണ്ടിയിട്ട് നമ്മൾ മാറ്റി എഴുതാണ്. ഏത് രീതിയിലാണ് വേണ്ടത്, എന്റെ മൈ ഇന്റലക്ച്വൽ ലൈഫ് എന്ന് പറയുമ്പോൾ എന്റെ ഭൗതിക ജീവിതം 2024 എങ്ങനെയാണ് വേണ്ടത്, നമ്മൾ അവിടെ പ്ലാൻ ചെയ്യാണ്. 2024 എങ്ങനെയാണ് പ്ലാൻ ചെയ്യണം. അടുത്തത് ഇമോഷണൽ ലൈഫ്. ഇമോഷണൽ ലൈഫ് ചില ആളുകൾ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് കരയുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി ബോൾഡ് ആവേണ്ടതായിട്ടുണ്ടാവും. ചില ആളുകൾ ഓവർ ബോൾഡ് ആയിരിക്കും, ആരെങ്കിലും എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങോട്ട് തട്ടിക്കയറുന്ന സ്വഭാവമായിരിക്കും. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാറേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ ഇമോഷൻ എങ്ങനെയാണ് അവിടെ 2024 ആകുമ്പോഴത്തേക്കും മാറേണ്ടത്. ആരെങ്കിലും ഒരാൾ നമ്മളെ കാണുന്ന സമയത്ത് അവളെ കണ്ടുപഠിക്കുക എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു റോൾ മോഡൽ ആവാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ മാറ്റാൻ നമ്മൾ എങ്ങനെ അവിടെ ചെയ്യണം എന്നുള്ളത് എന്താക്കാം, എഴുതി വെക്കാം. 2024 എന്റെ ക്യാരക്ടറിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് എന്താക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. എന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന ആളായിരിക്കും, അതായിരിക്കും വീട്ടുകാർക്ക് തലവേദന. ചില ആളുകൾക്ക് ഇഷ്ടം പോലെ കയ്യിലുണ്ടാവും, മറ്റുള്ളവർക്ക് ഒരു 5 പൈസ ഗുണം ചെയ്യൂല, അതായിരിക്കും ബാക്കിയുള്ളവർ പറഞ്ഞെടുക്കുക. അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് എന്താക്കാൻ നോക്കാം. അടുത്തത് എന്താ, മൈ സ്പിരിച്വൽ ലൈഫ്. ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ 2024 എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ 6ാമത്തത് മൈ ലവ് റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഏതൊരു രീതിയിലാണ് പെരുമാറുന്നത്, അയൽവാസികളോട് ഒക്കെ നമുക്ക് അവിടെ നോക്കാം. അടുത്തത് മൈ പാരന്റ്സ് ആൻഡ് ഫാമിലി, മൈ പാരന്റിങ് പിന്നെ ഫാമിലി. ഞാൻ എന്റെ കുട്ടികളോടായിക്കോട്ടെ, എന്റെ ഹസ്ബൻഡിനോടായിക്കോട്ടെ, പാരന്റ്സിനോടായിക്കോട്ടെ, അവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറണം എന്നുള്ളത് എഴുതി വെക്കാം.
2024 പെരുമാറേണ്ടത് ഏത് രീതിയിലാവണം. നെക്സ്റ്റ്, മൈ സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൽ എങ്ങനെ വേണം ഞാൻ ആളുകളായിട്ട് ഡീൽ ചെയ്യാൻ? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ 2024? ഞാൻ എന്ന് പറയുന്ന വ്യക്തി സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുന്ന സമയത്ത് അത് ഈ ഒരു സൊസൈറ്റിക്ക് കൂടി ഗുണം ലഭിക്കുന്ന രീതിയിലാക്കി മാറ്റാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ആ ഒരു ലെവലിൽ ചിന്തിക്കാം. നമ്മള് ഇവിടെ ഗോള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നന്നാവണം എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലിയൊരു എളുപ്പവഴി എന്ന് പറയുമ്പോൾ വേറെയുള്ള ആളുകളെയും കൂടി ഒരു 10 ആളെയും കൂടി നിങ്ങൾ വഴി നന്നാക്കണം എന്നുള്ള രീതി. നന്നാക്കാന്ന് പറയുമ്പോൾ തല്ലി നന്നാക്കാനൊന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ അത്യാവശ്യം കുറച്ച് പൈസ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പൈസയിലൂടെ ഒരു 10 പേർക്കെങ്കിലും ഞാൻ നന്മ ചെയ്യും എന്നുള്ള രീതിയിൽ ഉള്ളിൽ എന്താക്കാം, ഒരു ഇന്റൻഷൻ വെക്കാം. അപ്പൊ ഒരു പക്ഷെ നമുക്ക് വേണ്ടിയിട്ടായിരിക്കൂല, ആ 10 പേരെ നമ്മൾ വിചാരിച്ചതിൽ ആരെങ്കിലും ഒരാളെ ദൈവത്തിന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനെന്നുള്ള രീതിയിൽ നമ്മളവിടെ രക്ഷപ്പെട്ടു പോകും. ഇതൊക്കെ ടോപ്പ് സീക്രട്ടുകളാണ്, മനസ്സിലായോ? അപ്പൊ ആ ഒരു ലെവൽ എന്താക്കാം, നിങ്ങൾ സെറ്റ് ആക്കാം. മൈ ഫിനാൻഷ്യൽ ലൈഫ് എന്നുള്ള രീതിയിലും അങ്ങനെ തന്നെ നിങ്ങൾ എന്താക്കാം, സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര രൂപ 2024 ആകുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്നിട്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മേഖല ഉണ്ടോ എന്നുള്ളതൊക്കെ എന്താക്കാം നിങ്ങൾ. ചില ആളുകളെ സംബന്ധിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അവർ ആ ഹൗസ് വൈഫ് എന്നുള്ള രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടാവും. ആ ഒരു ഹസ്ബൻഡിന്റെ കെയറും അങ്ങനെയുള്ള ഒരുപാട് പേരുകളുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾ. എല്ലാവർക്കും ജോലി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജോലി എടുക്കണ എല്ലാവരും ആ ഒരു ലെവലിലാണ് പോണതെന്നും ഞാൻ ഇവിടെ അർത്ഥാക്കണില്ല കേട്ടോ. പല രീതിയിലുള്ള ആളുകളാണ്. ചില ആളുകൾക്ക് ആ ഒരു പാഷൻ എന്നുള്ള രീതിയിലേക്കും അവരത് ചെയ്യുന്നത്. ചില ആളുകൾ രണ്ടും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളുടെ ആ ഒരു ലെവലിൽ എഴുതാന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ മൈ കരിയർ എന്നുള്ളടത്ത് വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. യെസ്, ഞാൻ ഒരു കരിയർ എന്നുള്ള രീതിയിൽ ഞാനൊരു ഹോം ബേക്കർ ആവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഞാൻ ഫസ്റ്റ് ബാച്ചിൽ ട്രെയിനറായി ഇറങ്ങിയ ഫസ്റ്റ് ബാച്ചിൽ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മ ഒരു ഡോക്ടറിന്റെ ഉമ്മയാണ്. ആ ഉമ്മ ആ ഒരു സമയത്ത് എന്നെ കണക്ട് ചെയ്യും. 18 വർഷക്കാലം ഡിപ്രഷനുള്ള മരുന്ന് കുടിച്ചിട്ടുള്ള ഒരു ഉമ്മയായിരുന്നു. നമ്മുടെ ആ ഈ ഒരു സെഷന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ആ ഉമ്മക്കുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. എന്താ വെച്ചാൽ വീട്ടിൽ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ. അപ്പൊ ആ ഉമ്മക്കൊരു ജോലി എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടി എന്ന് പറഞ്ഞ ആള് നന്നായിട്ട് അച്ചാറിടും. അച്ചാറ് പുറത്തേക്ക് സെയിൽ ചെയ്ത് തുടങ്ങി. നല്ല രീതിയിൽ ഇപ്പൊ ബ്രാൻഡായിട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് ആ ഒരു ഉമ്മന്റെ കാര്യം. മെഡിസിന് കാര്യങ്ങളൊക്കെ കുറെ അവിടെ നിർത്തി. അങ്ങനെ ഭയങ്കര. അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ചിന്തകൾ ഇങ്ങനെ തോന്നാം. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് സമയം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പാഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അവിടെ എന്താവും, സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുക്കിംഗ് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏത് രീതിയിലാണ് ഇപ്പൊ എല്ലാവർക്കും കേക്ക് എന്നുള്ള രീതിയിൽ എല്ലാവരും കേക്ക് തന്നെ ഉണ്ടാക്കണം എന്നില്ല. ചില ആളുകളെ സംബന്ധിച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള പപ്പടം ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളുണ്ടാവും. അച്ചാറിൽ തന്നെ വെറൈറ്റി ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. വെളുത്തുള്ളി പൊടിച്ചിട്ട് നല്ല ബ്രാൻഡ് ചെയ്തിരുന്ന ആളുകളുണ്ട്. അപ്പൊ ബിസിനസ് അത് പിന്നെ വേറെ പാർട്ടാണ്. എന്നാലും ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് ഒരു കരിയർ ആക്കിയിട്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളുണ്ട്. നിങ്ങളൊന്നും എന്താക്കിയാൽ മതി, യെസ് എനിക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ തീരുമാനം അവിടെ എടുത്താൽ മതി. വേറെ ആര് തീരുമാനിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ എടുക്കണം. അപ്പൊ അവിടെ എന്താവും, സെറ്റ് ആവും. ഓക്കെ. അപ്പൊ ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്തു പോകുമ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയായിരിക്കും, ഏത് രീതിയിൽ 2024 നിങ്ങളുടെ ആ ഒരു ലൈഫിന്റെ ക്വാളിറ്റി മാറിയിട്ടുണ്ടാവും. യെസ്, എന്റെ ചുറ്റുപാടിലുള്ള ആളുകൾ എന്നെ വളരെയധികം റെസ്പെക്റ്റോടു കൂടി നോക്കുന്നുണ്ടാവും. ഞാൻ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് എന്തെന്നില്ലാത്ത പരിഗണന മറ്റുള്ളവർ എനിക്ക് തരുന്നുണ്ടാവും. ആ ഒരു ലെവലിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി എവിടെ എഴുതി വെക്കാം. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല ലക്ഷറി കാറ് കാര്യങ്ങളൊക്കെ പോയി ഇറങ്ങുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ ലൈഫ് ക്വാളിറ്റി ആണ് അല്ലെ. നല്ലൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് അതൊക്കെ ലൈഫ് ക്വാളിറ്റിയിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇവിടെ 12ാമത്തതില് മൈ ലൈഫ് വിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതിൽ കുറച്ചധികം സ്പേസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് കഴിഞ്ഞ തവണത്തെ പോലെയല്ല,
മറ്റേതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളേ ഉള്ളൂ. ഇപ്പൊ 2024 നമ്മൾ ലൈഫ് വിഷൻ എന്ന് പറയുന്നത് കുറച്ച് വലുതാക്കി തന്നെ അവിടെ എഴുതി വെക്കും. എങ്ങനെ വേണം എന്റെ ലൈഫ് എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഏതാ, നിങ്ങൾ അവിടെ ഒന്ന് സെറ്റ് ആവണ സമയത്ത് ഒരു ഫാമിലിനെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുത്തുന്നുള്ളത് കൂടി ഉള്ളിൽ അവിടെ ഇന്റൻഷൻ വെക്കുക. ഞാൻ രക്ഷപ്പെടുമ്പോ അതിന്റെ കൂടെ ഒരു കുട്ടിന്റെ പഠിത്തത്തിനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്നൊരു ഇന്റൻഷൻ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരുപാട് പേര് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി ഇത്ര മനോഹരമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു ലെവലിൽ നിങ്ങൾ എന്താക്കാം, സെറ്റ് ചെയ്ത് വെക്കാന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? എന്നിട്ട് ഈ 12 കാര്യങ്ങൾ കൂടി എഴുതി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റത്തെ പേജിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നന്ദി എഴുതണം. ഈ ഒരു രീതിയിലൊക്കെ ആയി മാറാൻ വേണ്ടി നീ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്നാലും നീ ആഗ്രഹിച്ച രീതിയിൽ മാറിയില്ല മോളെ. മോളെ എന്നൊക്കെ വിളിച്ചോളി. നമുക്ക് തന്നെ സ്നേഹിക്കാം. നമ്മൾ സെൽഫ് ലവിന്റെ ആ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മോളെ നീ ചില്ലറക്കാരൊന്നല്ല, നീ വിചാരിച്ച രീതിയിൽ നിന്നെ എത്തിച്ചില്ലേ. ഞാൻ നിന്നോട് ഒരുപാട് നന്ദി പറയാണ്. എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാം. നിന്നോട് എനിക്ക് ഇത്ര ഇഷ്ടം വരാൻ കാരണം തന്നെ നീ പറഞ്ഞ വാക്ക് പാലിക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫിന്, അത് നേടിയെടുത്തതിന് ശേഷമുള്ള സെൽഫിന് ഇപ്പം തന്നെ എന്താക്കുക, ഒരു കത്ത് അവിടെ എഴുതി വെക്കുക. മനോഹരമായിട്ടുള്ള ഒരു ലവ് ലെറ്റർ. ആ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് നന്ദികൾ വേണം, ഒരുപാട് സ്നേഹം വേണം, സ്നേഹത്തിൽ ചാലിച്ചിട്ടുള്ള വരികളാവണം അത്. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ഒരു രീതിയിൽ എന്നെ മാറ്റിയതിന് അവിടെ വീണ്ടും നമ്മൾ നിർത്തുന്നത് ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞിട്ടാണ്. ഈ ഒരു രീതിയിൽ എന്നെ മാറ്റി തന്നതിന് ഞാൻ എൻ്റെ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കാം. ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരണം, ടെൻഷനൊന്നും വരില്ല എന്നൊന്നും പറയില്ല. ജീവിതമാണോ, ഒക്കെ ഉണ്ടാവും. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെ. ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൽ എരിവ് വേണം, ഉപ്പ് വേണം, തക്കാളിയുടെ ആണെങ്കിലും തൈരിന്റെ ആണെങ്കിലും പുളിക്ക് പുളി വേണം, എല്ലാം കൂടി ചേരുമ്പോഴാണ് അതിന്റെ ആ ഒരു രുചി. അല്ലാതെ ഉപ്പ് അവിടെ മാറ്റി വെച്ച് ബാക്കി എന്തൊരു രസം ഉണ്ടാവില്ല അല്ലെ. ബിരിയാണി മസാല ഇല്ലാതെ എന്ത് ബിരിയാണി. അപ്പൊ എല്ലാം അതിൻ്റെതായിട്ടുള്ള പാകത്തിന് വേണം. കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നമ്മള് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പൊട്ട് ഉപ്പിടുന്നില്ലേ. പായസം ഉണ്ടാക്കുന്ന സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പൊട്ട് ഉപ്പിടുന്നില്ലേ. അതേപോലെ എല്ലാം വേണം. അതാണ് അതിന്റെ ആ ഒരു മാധുര്യം അതിലാണ് കിടക്കുന്നത്. അപ്പോ നമ്മുടെ ലൈഫിലെ ഏറ്റക്കുറച്ചിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരു സങ്കടം വരുമ്പോൾ നിങ്ങൾ എന്താക്കുക, ഈ ഒരു മാന്ത്രിക ബുക്ക് കയ്യിലെടുക്കുക. 2024 നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്ലാനിലേക്ക് നിങ്ങൾ പോകണ്ട. ലാസ്റ്റ് പേജിൽ എഴുതി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ആയി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുള്ളത്, അത് ജസ്റ്റ് ഒന്ന് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് അത് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവിടെ പോയിക്കോളും. ഓക്കെ, ചെയ്യൂല എല്ലാരും. 2024 നമുക്ക് കളറാക്കണ്ടേ. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ പല റിലീജിയനിലും പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നന്ദി പറഞ്ഞിട്ട് തന്നെയാണ് എഴുന്നേൽക്കാറ് അല്ലെ. നന്ദി പറഞ്ഞിട്ട് ദൈവത്തിനെ സ്തുതിച്ചിട്ടും നന്ദി പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് നമ്മൾ എഴുന്നേൽക്കാറ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ പുതിയൊരു ശീലം, കട്ടിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ഉറങ്ങി എഴുന്നേറ്റ് കട്ടിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ്, കാല് പുറത്തേക്ക് എടുത്ത് വെക്കുന്നതിന് മുമ്പ് അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ഇരിക്കുക. ഇരുന്നിട്ട് ഒരു 11 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് എഴുന്നേൽക്കുക. 11 കാര്യം. എഴുന്നേറ്റ് ഉടൻ തന്നെ ദൈവത്തിനോട് നന്ദി പറയാ, നമ്മളോട് നന്ദി പറയാ, നമ്മുടെ പാരന്റ്സിനോട് നന്ദി പറയാ, നമുക്ക് അന്നത്തേക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മുടെ മുമ്പിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കില്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ്, ആ ഫുഡിന് പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ ഉണ്ട് അല്ലെ. വിത്തിട്ടതും കൊയ്തതും അല്ലെ, മെതിച്ചതും, അങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ കഴിച്ചു പോവാണ് മദ്യം മറന്നിട്ട്. നമുക്കൊന്നും അറിയില്ല. നമ്മൾ എന്നിട്ടും പറയണം നമ്മൾ ഭയങ്കര വലിയ സംഭവമാണെന്ന് പറയുന്നത്. പക്ഷെ അതിന് പിറകില് അല്ലെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. മനുഷ്യര് മാത്രല്ല അല്ലെ, പല കാര്യങ്ങളുണ്ട്. ആ ഭൂമിയിൽ ഒരു നിങ്ങളുടെ വിത്ത് മുളച്ച് പൊങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭൂമിയുടെ അടിയിൽ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ജീവികളുണ്ട്.
അങ്ങനെ കുറെ നമ്മൾ നന്ദി പറഞ്ഞാൽ തീരൂല. അപ്പൊ ജസ്റ്റ് ഒരു 11 പേർക്കെങ്കിലും നിങ്ങളൊന്ന് നന്ദി പറയാം. പഠിപ്പിച്ചിട്ടുള്ള സാറുമാരെയും ടീച്ചർമാരെയും ഒക്കെ ജസ്റ്റ് ഒന്ന് രാവിലെ ഒന്ന് കണ്ണങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണടിച്ച് തന്നെ നിങ്ങൾ ഫീൽ ചെയ്യണം കേട്ടോ. അങ്ങനെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരു 11 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ അവിടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ വൈബ്രേഷനിൽ കയറും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ലൈഫിൽ എവിടെയൊക്കെയോ എന്തൊക്കെ ഒരു മാജിക് അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങും. എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇവിടെ സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ മേക്കപ്പ് പ്രൊഡക്ട്സ്, മേക്കപ്പ് അല്ല, എന്താ പറയാ, അതെങ്ങനെ പറയാന്നുള്ളത്, സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ സ്കിന്നിനെ കെയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സ്കിന്ന്, ഹെയർ, ബോഡി, അതൊക്കെ നമ്മുടെ സെൽഫ് കെയർ, സെൽഫ് ലവിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡിൽ നിൽക്കുക. അവരുടെ സ്കിൻ ഇങ്ങനെ ഗ്ലോ ചെയ്യും, മുഖത്ത് എന്തെന്നില്ലാത്ത പ്രകാശിക്കും. മനസ്സിലായോ? കണ്ണിനൊക്കെ ഒരു തിളക്കുണ്ടാവും. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ചില ആളുകളുടെ ഫേസ്, ഏത് റിലീജിയനിലുള്ള ആളുകളെയും നിങ്ങൾ ചെക്ക് ചെയ്യും, അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്തുണ്ടല്ലോ കണ്ണെടുക്കാൻ തോന്നില്ല. നമ്മളിങ്ങനെ പറയും ഈമാന്റെ വെളിച്ചെന്നൊക്കെ പറയും ചില സമയത്ത്. അതേപോലെ ചില ആളുകളുണ്ട്, ഏത് റിലീജിയൻ ഏതോ ആയിക്കോട്ടെ അല്ലെ, ചില സ്വാമിമാര്, അങ്ങനെ ചില അച്ഛന്മാര്, അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു പോകും അല്ലെ. അപ്പൊ നമ്മള് എപ്പോഴും പ്യുവർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മള് ഉള്ളിൽ ദേഷ്യം വിദ്വേഷം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി എപ്പോഴും നന്ദിയുള്ളവരാവാൻ വേണ്ടി ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നൊക്കെ അവിടെ സ്മൂത്തായി സെറ്റായി. ബാക്കിയുള്ള ആളുകൾ ചോദിക്കുക എന്താ പറയുക ദിവസം ഇപ്പൊ ക്രീം എന്താ തേക്കണുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. നമ്മുടെ സീക്രട്ട് എന്താവണം? നന്ദിയാവണം. ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്യൂലേ? എല്ലാരും ചെയ്യാ. സമയമായോ? പോണോ? പോവാൻ തോന്നണില്ല. ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, 9:41. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി കാര്യങ്ങൾ. ഗോൾ സെറ്റിംഗും പറഞ്ഞു തന്നിട്ടുണ്ട്. 11 രാവിലെ ഉറങ്ങി എഴുന്നേറ്റ പാട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന 11 നന്ദിയുടെ കാര്യവും പറഞ്ഞു. ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഐ പ്രോമിസ് യു, ഐ പ്രോമിസ് യു, ഐ പ്രോമിസ് യു 2024 ഡിസംബറിൽ നമുക്ക് ഇതേ രീതിയിൽ ഇരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസ് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് തോരാതെ സംസാരിക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 1-2 സെഷൻ മാറ്റി വെക്കണം. സെഷൻ ഒന്നും ഇല്ലാതെ മിറാക്കിൾസിനെ കുറിച്ച് പറയാം. ഈ വർഷം നടന്നിട്ടുള്ള മിറാക്കിൾ സിറ്റി അല്ലെ, അടിപൊളിയായിരിക്കും. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ട്രെയിനേഴ്സ്. ഡിസംബറിലേക്ക് 2024 2 സ്ലോട്ട് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ആർക്കും ഒരു ഡൗട്ടും ഇല്ല. എല്ലാരും ഇതൊക്കെ കലക്കി കുടിച്ചിരിക്കുന്ന ആളുകളാണ്. അതേ 2023 മാറ്റം വന്ന കാര്യം 3 2023 മാറി വരുന്നതും 3 ഒക്കെ ഒരേ കാര്യങ്ങളാണ് 3 അത് ഫസ്റ്റ് സോറി പറഞ്ഞില്ലേ? സോറി, പക്ഷെ ഇനി മാറിയിട്ട് അത് 2 ഒന്ന് തന്നെയാണ്. 3 അത് 3 ഇത് 3. അത് മാറ്റാത്തതിനെ കൊണ്ടാണല്ലോ പിന്നെ എഴുതേണ്ടി വന്നത്. അടുത്ത തവണ നമുക്ക് അത് മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ അത് എന്താക്കണം, ചെയ്യണം, ഒന്ന് മാറ്റി പിടിക്കണം. മാറ്റി പിടിക്കണം. ഇൻഷാ അല്ലാ. വെൽക്കം അനിത. വേറെ ഉള്ളവരൊക്കെ ഉറങ്ങാണോ? എനിക്ക് അറിയുന്നില്ല. ഞാൻ ഏത് സെഷനിൽ കയറി കഴിഞ്ഞാലും ക്യാമറ മോഡിലേ ഇരിക്കുള്ളൂ. ഇതാരുടെ സെഷൻ ആണെങ്കിലും എനിക്ക് ഭയങ്കര നിർബന്ധം. നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്നെ ക്ലാസ് ഒക്കെ, പക്ഷെ എനിക്ക് കുറച്ച് എഴുതിയിട്ടേ ഉള്ളൂ കേട്ടോ, എഴുതാൻ കഴിഞ്ഞിട്ടില്ലേ. ഓക്കെ, റെക്കോർഡിങ്സ് കിട്ടുന്ന സമയത്ത് ചെയ്യാം കേട്ടോ. ഈ മറ്റേ 12 അതൊന്ന് അഡ്മിൻ ആരാ അഡ്മിനാവോ? അയച്ചുതരാം. ഇൻഷാ അല്ലാ. ഓ സന്തോഷം. ജസാക്കല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച് ഷെറിൻ മാം. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞു തന്നല്ലേ ഷെറിൻ മാം. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് തന്നെ ഇതിന്റെ ഒരു ഫീലിങ്സ് നിങ്ങൾ അറിയണം എന്നുള്ളതാണ്. ഓക്കെ, വളരെ
ക്ലിയർ ആയിട്ട് തന്നെ ഷെറിൻ മാം ഓരോ കാറ്റഗറി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. 12 ഓരോന്നും എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ നല്ല മസ്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, 2024 ഇതിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ദിവസങ്ങളുള്ളല്ലേ, നിസ്സാര ദിവസങ്ങളുള്ളൂ. ആ 24 കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. 2024 ഇതേ ദിവസം നമുക്ക് ഇങ്ങനൊരു സെക്ഷൻ, ഇപ്പൊ ഷെറിൻ മാം പറഞ്ഞതുപോലെ ഇങ്ങനൊരു സെക്ഷൻ വെക്കാം നമുക്ക്. എന്നിട്ട് ഈ എഴുതി വെച്ച ഓരോരുത്തരും നിങ്ങളെ മിറാക്കിള് ഞങ്ങളടുത്ത് പറയും. ഞങ്ങൾക്ക് ഉറപ്പാ, ഷുവർ ഉള്ള കാര്യം. ഓക്കെ, അപ്പൊ മറക്കാതെ ഇതിന്റെ ഇത് നാളെ ഉണ്ട്. റെക്കോർഡ്സ് കിട്ടും. നാളെയല്ല, ഇനി ഇൻഷാല്ല അടുത്ത സൺഡേ. അടുത്ത സൺഡേ ഇൻഷാല്ലാ. ആ, നമ്മളെല്ലാ സൺഡേകളിലാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ. സോറി, എല്ലാ സൺഡേകളിലും ഫ്രീ സെക്ഷൻ ഉണ്ടാകും. അപ്പൊ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക. ചെറുമാൻ പോയാ ഇല്ലല്ലോ, ഇവിടെ ഉണ്ട്. ആണല്ലേ? അതുകൊണ്ട് എന്നാ ചോദിച്ചതാ. പോയാ ഒരു അപ്പൊ കാര്യം പറയാൻ. ഇത്രയും നേരം ഇവിടെ ഇരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയം ഇവിടെ മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ എന്താണോ ഇവിടെ കേട്ടത് ബെഡ് പിടിച്ചതാന്ന് മൂത്രയിച്ചാ? ആരും മതി. unmute ആക്കിയിട്ടുണ്ട് ട്ടോ. എന്റെ റബ്ബേ. Sorry, കൊടുത്തു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാലോ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം. ഇൻഷാല്ലാ അടുത്ത ആഴ്ച കാണുന്നത് വരെ ശുഭനിദ്ര, സുഖനിദ്ര. ജസാക്കല്ലാ ഹയർ. എല്ലാവർക്കും ഇത് ആരൊക്കെ ചെയ്തു തന്ന അവർക്കൊക്കെ ഹയർ തരട്ടല്ല. നിങ്ങൾക്കൊക്കെ ശക്തമായ പ്രതിഫലം തരട്ടെ. അൽഹംദുലില്ലാ ജസാക്കല്ലാഹ് ഖൈർ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഞങ്ങളെല്ലാം മുന്നോട്ടുള്ള ഓരോ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാനുമായിട്ട് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനയിൽ അത് എല്ലാവർക്കും കിട്ടും. കാരണം ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഹയർ തീർക്കണേന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും. നിങ്ങളെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മളെ പഠിച്ചത് നമ്മളെ ഉയരങ്ങൾ എത്തിക്കട്ടെ. ആമീൻ. ദുആ ചെയ്യും ഇൻഷാ അല്ലാ. ഫിർദൗസിൽ നമ്മൾ എഴുതി കൊടുത്തു. ഇൻഷാ അല്ലാ. ഓക്കെ സന്തോഷം. നിങ്ങളിങ്ങനെ അവരെ പറയണ കേൾക്കുമ്പോഴേ ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നിങ്ങളിങ്ങനെ ഓരോന്ന് പറയുമ്പോഴേ കേൾക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഫീലിങ്സോട് കൂടിയുള്ള ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. മാഷാ അല്ലാ. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞതാണ്. അതൊരു വാക്ക് പാലിക്കും. അതിൽ എനിക്കൊരു പ്ലസ് പോയിന്റ് ആണ്. എന്ത് പറഞ്ഞ വാക്ക് കൊടുത്താൽ ഞാനത് ചെയ്തിരിക്കും. റംല മാമിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഞങ്ങളെ ട്രെയിനേഴ്സ്. എന്തോ റംല മാമിനെ കുറിച്ചിട്ടേ ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഷെറിന് എനിക്ക് നല്ലൊരു എന്താണ് പിന്നെ ഒരു റസിയ, അതാ ചോദിക്കാൻ വേണ്ടി. പണ്ട് ഇതിലുണ്ടായിരുന്നു ഒരു റസിയ അഹമ്മദ്, കാസർഗോഡത്തെ ഒരു മാമാണ്. അവരാണ് ഇങ്ങനെ എഴുതാൻ പറഞ്ഞത്. അതിനെപ്പറ്റി ഞാൻ കുറെ എഴുതാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ ഇടയ്ക്ക് വീണു. ക്ലാസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമോ? ഇൻഷാ അല്ലാ. മാം പറഞ്ഞതുപോലെ നമ്മളെല്ലാ ഫീലിങ്സും എഴുതി തീർക്കാൻ തന്നെ പറ്റും അല്ലെ. ശരിയാണ്. എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ എഴുതി പിടിപ്പിക്കാം. അപ്പൊ ഒരു അത് മനസ്സിലാവും. അപ്പൊ ഒരു മനസ്സിന് നമ്മളിപ്പോ വിഷമം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ മനസ്സിന് സുഖം കിട്ടുന്നുണ്ട്. നല്ലൊരു ഇതാണ്. മാഷാ അല്ലാ. അതെ. അപ്പൊ ഇതും കൂടി മാം ഒന്ന് ചെയ്ത് നോക്കട്ടാ. ഇൻഷാ അല്ലാ. ഗോൾ സെറ്റിംഗ് കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാ. ഓക്കെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.